ഗൈസ്, അപ്പം ഞാനിപ്പോൾ ഉള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് റോഡ് പോകാൻ വേണ്ടി നിൽക്കുകയായിരുന്നു. നമ്മൾ ഓഫ് റോഡ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബസ്സിലാണ്. ബസ്സിൽ പോകുന്ന വൈബ് വേറെയാണ്. നമ്മളിന്ന് പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വയനാടിൻ്റെ സദ്രാഷ്ട്ര ബൗൺസറിലാണ് പോകുന്നത്. പുതിയ മോഡലാണ്. അപ്പോൾ നമ്മൾ അതിലാണ് പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നല്ല ബസ്സും കാര്യങ്ങളൊക്കെയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബസ്സും കാര്യങ്ങളൊക്കെയാണ്. അതുകൊണ്ടാണ് ഇന്ന് പോകണമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ നല്ല ബസ്സും കാര്യങ്ങളാണ്. പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആ ലിവറിയുടെ കാര്യം നോക്കിയപ്പം ഇതിലാണെങ്കിൽ ചെറിയൊരു ബ്ലാക്ക് ഇഷ്യൂ വന്നു. ഒന്നും കുഴപ്പമില്ല, നമുക്ക് വണ്ടി ഓടിക്കാം. സദ്രാഷ്ട്രയിലാണ് നമ്മൾ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് വശം ഗ്രൗണ്ട് ക്ലിയറിംഗ് ഒന്നും ഇതാകത്തില്ല. ഓഫ് റോഡല്ലേ, ടയറിൻ്റെ ഫ്രണ്ടിലത്തെ ലിബെല്ലാം ചിലപ്പോൾ തട്ടുമായിരിക്കും. അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു ഓഫ് റോഡാണ്, ഒരു ബ്രിഡ്ജ് കയറാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിങ്കനും ഉണ്ട്. ഡിങ്കൻ എന്ന് പറയുമ്പം ഒരു കൊച്ചിറയനാണ്. അപ്പം വീടിൻ്റെ അടുത്തുള്ളതാണ്. അവൻ ബസ്സിൻ്റെ അകത്തുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ബസ്സിൽ കയറിയിട്ടുണ്ട്. നമുക്ക് എന്തെങ്കിലും വണ്ടി എടുത്ത് പയ്യെ എടുക്കാം. അതിന് സ്പീഡിലെടുത്ത് കഴിഞ്ഞാൽ വണ്ടി സെഡോണും ഇതൊന്നുമല്ല, സെഡോണും BMR ഒന്നുമല്ല, അതൊക്കെ ഹൈറ്റുള്ള വണ്ടിയാണ്. സദ്രാഷ്ട്രയാണ്. അതുകൊണ്ട് ഇച്ചിരി പ്രശ്നവും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. അപ്പോൾ നമ്മൾ റോഡിൽ ഇറക്കിയിട്ടുണ്ട്. അപ്പം മേളിൽ ഇതുപോലത്തെ ഈ മണ്ണിട്ട ചെളി പിടിച്ച റോഡിൽ കൂടെയാണ്. ഇപ്പം തന്നെ താന്ന് കുഴിഞ്ഞാണ് ഇരിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ഇങ്ങനെ തന്നെ പോകാനാണ് തീരുമാനം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റിൽ നമ്മളെ വണ്ടിയുടെ അകത്തെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്, എനിക്കിഷ്ടപ്പെട്ട്. പിന്നെ പുറത്തെ ഗ്രാഫിക്സ് ആണെങ്കിലും അകത്തെ ഗ്രാഫിക്സ് ആണെങ്കിലും ഒരുപോലെയാണ്. പിന്നെ നമ്മുടെ ഡിങ്കൻ തന്നെ അകത്ത് കിടന്ന് ഉറങ്ങുവാണ്. അവൻ രാവിലെ ഫുൾ എനർജിയൊക്കെ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇരുന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന് ഇതെടുക്കാൻ നേരം അവനങ്ങ് ഉറങ്ങിപ്പോയി പൈസ. അപ്പോൾ അവനെ വിളിക്കാം. ഡാ ഡാ ആഹാ, ഇപ്പം അങ്ങനെയായോ? നീ അല്ലടാ പറഞ്ഞ ഫുൾ എനർജി, ഇനി ഉറങ്ങത്തൊന്നും ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട്. മര്യാദയ്ക്ക് കഴിഞ്ഞേക്കടാ അങ്ങോട്ട്. അത്രയ്ക്ക് എനർജി ഒന്നും വേണ്ട. നമ്മളിപ്പം എങ്ങോട്ടാ പോകുന്നത് നിനക്കറിയാവോ? എന്നാൽ നമ്മളിപ്പോൾ പോകുന്നത് വെച്ചിട്ടുണ്ട് ഒരു പാലം കയറാൻ വേണ്ടിയിട്ടാണ്. ഒരു മലയുടെ മേളിലാണെങ്കിൽ വലിയൊരു പാലമുണ്ട്, ആ പാലം കയറാൻ വേണ്ടിയിട്ടാണ്. അങ്ങനല്ല, നമ്മളാണെങ്കിൽ ഇവിടെയൊക്കെ പ്രകൃതി രമണീയമായ സ്ഥലത്തൂടെയാണ് നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ സ്ഥലം തന്നെ ഞാൻ നോക്കി വെച്ചത്. എടാ, നിന്നോട് ഞാൻ ചോദിക്കണമെന്ന് വിചാരിച്ചിരുന്ന കാര്യം, നിനക്ക് എങ്ങനെ ഡിങ്കൻ എന്നുള്ള പേര് വീണേ? അതൊരു വലിയ കഥയാ. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദിവസം ഡിങ്കൻ്റെ ഒരു വീഡിയോ കണ്ടു. ആ ഡിങ്കൻ്റെ വീഡിയോ കണ്ടിട്ട് ഞാനാണെങ്കിൽ സ്കൂളിലാണെങ്കിൽ ഇതുപോലെ പറക്കാൻ ശ്രമിച്ചതാ. പറക്കുന്ന ചെറുതായിട്ടൊന്ന് പറന്ന് വീണപ്പോൾ തന്നെ അവിടെ നിന്ന് കൂട്ടുകാരെല്ലാം എന്നെ എനിക്കിട്ട പേരാ ഡിങ്കൻ. ഇവന്മാരല്ലേ ഇതുവഴിയൊക്കെയാണ് വണ്ടി ഓടിച്ച് കയറ്റി വരുന്നത്, നടുക്കൂടൊക്കെയാണോ വണ്ടി ഓടിച്ചു കൊണ്ടുവരുന്നത്? അങ്ങോട്ട് സൈഡിലോട്ട് വണ്ടി ഓടിച്ച് മാറ്റത്തില്ല, ഇതെന്തുവാ? ഇനിയും ദൂരം പോകണോടാ, ഇനി കുറേ നേരം എടുക്കും. കുറേ വളവൊക്കെ ഉണ്ട്. ഇത് മൊത്തം കട്ടറല്ലേ, നമ്മൾ ഓടിക്കുന്ന വണ്ടി ഇച്ചിരി താന്ന് കിടക്കുന്നതുകൊണ്ട്. എന്നോട് മര്യാദയ്ക്ക് പറഞ്ഞല്ലോ സൂക്ഷിച്ചു. അതാ വണ്ടി തട്ടല്ലോ കേട്ടോ. വണ്ടി തട്ടാതെ വെക്കോ. വണ്ടി ചെറുതായിട്ട് തട്ടിയെന്ന് തോന്നുന്നു. അവനെന്തെങ്കിലും വിളിച്ച് പറയുന്നതിന് മുമ്പേ പെട്ടെന്നൊക്കെ പോയേക്കാം. എടാ, നീ വെറുതെ ഇരിക്കുമല്ലോ, നീ ഒരു പാട്ടൊക്കെ ഒന്ന് പാട്, ബോറടിക്കുന്നു. എനിക്ക് പാട്ടൊന്നും പാടാറിയത്തില്ല, എനിക്ക് പാടിയിട്ട് കാര്യമില്ല, എനിക്ക് പാടാൻ അറിയത്തില്ല. അങ്ങനെ നീ പറയരുത്, നീ പാടിയേ പറ്റത്തുള്ളൂ. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടെങ്കിലും നീ പാട്. എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി എനിക്ക് ഇട്ടുകാച്ചി പാട്ടങ്ങ് പാടാം. പാടിയിട്ട് എന്നെ പറയരുത്. അല്ല, ഞാനൊന്നും പറയത്തില്ല, നീ പാട്, നല്ലൊരു പാട്ടങ്ങ് പാട്. ശരി, പാടാം, ഞാൻ പാട്ട് പാടാം. ഞാൻ പാടണം. എടാ, നീ ഇങ്ങനെ പേടിക്കാതെ, ഞാൻ സേഫ്, ഞാൻ പ്രോ ഡ്രൈവർ അല്ലേ, എന്തോത്തിന് ഇങ്ങനെ പേടിക്കുന്നേ? പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് എനിക്ക് പേടി. അണ്ണൻ എപ്പോഴും ഏത് കാട്ടിലെ കൊണ്ട് കേട്ടുന്നത് പറയാൻ പറ്റത്തില്ല. അത് ഞാൻ പറഞ്ഞ കാര്യമൊന്നും കേൾക്ക്. നീ ആണെങ്കിൽ ഒരു പാട്ടങ്ങ് പാട്. ശരി, അണ്ണൻ്റെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി ഒരു പാട്ട്. എനിക്ക് പുട്ടന്തി പുട്ടന്തി വയറ് കത്തന്തി എൻ്റെ പുട്ടന്തി മോനെ ഞാനെടുത്ത് കഴിച്ചന്തി പുട്ടുമല്ലി പുട്ടുസാമി. പുട്ടുസാമിയോ? പുട്ടന്തി പുട്ടന്തി വയറ് കത്തന്തി ഉച്ചകത്തെ പുട്ടന്തി. മതി, നിന്റെ പാട്ട് മതി. എന്താണെന്ന് ഇഷ്ടപ്പെട്ടില്ല, എന്നാ അടുത്ത പാട്ട്. വേണ്ട, നിന്റെ പാട്ട് കാരണം രാവിലത്തെ പുട്ട് ഇറങ്ങിപ്പോയി. എന്തുവാണ് ഇങ്ങനെയൊക്കെ പറയാൻ? ഞാൻ കഷ്ടപ്പെട്ട് പാട്ട് പാടിയതല്ലേ.
ഈ പാട്ടൊന്നും ഇങ്ങനെയൊന്നും അല്ലായിരിക്കും, നീ ഇത് മാറ്റി പറഞ്ഞായിരിക്കും. വണ്ടി കാട്ടിക്കൂടെ ഓടിക്കുന്ന മര്യാദക്ക് ഓടിക്കും. എടാ നമ്മളിപ്പോൾ അങ്ങ് എത്തും കേട്ടോ, ഈ ഒരു വളവുടെ കഴിഞ്ഞ് മേലോട്ട് പോയാൽ മതി, എത്തും അങ്ങ്. കാറ് വല്ല ആയിരുന്നെങ്കിൽ ഇപ്പോൾ പടേന്ന് മേലോട്ട് കയറി പോകണ്ടായിരുന്നു. നമ്മുടെ കാറില്ല, ഇനി രണ്ടാമത് കാറൂടെ വാങ്ങിക്കണം. ഈ വണ്ടിയിൽ മര്യാദക്ക് ഓടിക്കുന്നില്ല, അപ്പഴാ കാറ്. നീ എങ്ങനെയൊന്നും പറയുന്നത്, ഇത് കഷ്ടപ്പെട്ട് പഠിച്ച എന്നെ പറഞ്ഞാൽ മതി ഇല്ലൂടെ. അണ്ണാ വീഡിയോ ഉണ്ട് നിൽക്കുന്നൊരു പകുതി പേര് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. ഗൈസ് ഡിങ്കൻ പറഞ്ഞാലും കാര്യമുണ്ട്. എന്തായാലും ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1K ആണ്. അവൻ തെറി വിളിക്കുന്നതിന് മുമ്പ് വണ്ടി എടുത്തോണ്ട് പോടാ, അല്ലെങ്കിൽ പ്രശ്നമാണ്. ഗൈസ് ചെറുതായിട്ടൊന്ന് പെട്ടെന്ന് തോന്നുന്നു, സൈഡൊക്കെ ഒന്ന് ഉരഞ്ഞ് ടയറൊക്കെ കിടന്ന് കറങ്ങുന്നു. നമുക്ക് ഇച്ചിരിയോടെ മേലോട്ട് പോയാലേ ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ബ്രിഡ്ജിൻ്റെ അടുത്തോട്ട് എത്താറായെന്ന് തോന്നുന്നു. ഇപ്പൊ തന്നെ മേളിലെത്താറായി, ഇപ്പൊ ബ്രിഡ്ജ് ആകാറായെന്ന് തോന്നുന്നു. നമുക്ക് ഇച്ചിരൂടെ ഫ്രണ്ടിലോട്ട് പോയാലേ പറ്റത്തുള്ളൂ എന്ന് തോന്നുന്നു. ഫ്രണ്ടിലോട്ട് ഇച്ചിരൂടെ പോകണം, അല്ല ഇച്ചിരൂടെ ദൂരം ഉണ്ടെന്ന് തോന്നുന്നു. ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അടുത്ത പ്രാവശ്യം ഏത് വണ്ടിയും കൊണ്ട് ഏത് സ്ഥലത്തൊക്കെയാണ് പോകേണ്ടതെന്ന് പറയണം. പിന്നെ ഇങ്ങനെയും കൊണ്ടുപോകണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പൊ തന്നെ നീ അപ്പൊ അടുത്ത പ്രാവശ്യം എവിടെയെങ്കിലും പോവാണെങ്കിൽ അപ്പൊ എന്തുമായിരിക്കും? നിന്നെ ഒന്ന് ഡ്രൈവ് പഠിപ്പിച്ചിട്ട് വേണം എനിക്ക് സൈഡിലൊന്ന് മര്യാദയ്ക്ക് ഒന്ന് കടന്നു പോവാൻ. അങ്ങനല്ല, സമാധാനത്തോടെ ഒന്ന് പോകാൻ വേണ്ടിട്ടായിരുന്നു. എടാ നമ്മുടെ ബ്രിഡ്ജ് എത്തിടാ, നമ്മുടെ ബ്രിഡ്ജ് ഫ്രണ്ടിൽ. താഴോട്ടൊന്ന് ഇറങ്ങി നോക്കണമെന്ന് തോന്നുന്നു. നീ ബസ്സിലിരിക്കാവോ, ഞാൻ താഴെ പോയി നോക്കിയിട്ട് വരാം. ഗൈസ് ഈ ബ്രിഡ്ജ് ഇച്ചിരി പൊളിഞ്ഞും പറഞ്ഞൊക്കെ കിടക്കുവാന്ന് തോന്നുന്നു. നമുക്കൊന്ന് താഴെ പോയി നോക്കേണ്ടി വരും. ബസ് ഇച്ചിരി സൈഡിലോട്ടൊന്ന് ഒതുക്കിയിടാം, കൊക്കയിലൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് സൈഡിലോട്ടൊന്ന് ഒതുക്കിയിടാം. അല്ലെങ്കിൽ വണ്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ വണ്ടി വെച്ച് തട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ചെറുതായിട്ടൊക്കെ തട്ടിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സൈഡിലോട്ട് മാറ്റിയിടാന്ന് പറഞ്ഞേ. പോടാ, സൈഡിലൊക്കെ വണ്ടി വരുന്നത്, എപ്പോഴും ഇടി കിട്ടുമെന്ന് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സൈഡിലോട്ട് വണ്ടി ഒതുക്കിയിട്ടേക്കുന്നത്. പെട്ടെന്ന് ഞാൻ പോയി നോക്കിയിട്ട് വരാം, എന്നിട്ട് നമുക്ക് പെട്ടെന്ന് ബ്രിഡ്ജ് ക്രോസ് ചെയ്യാം. ഗൈസ് ഈ ബ്രിഡ്ജ് മറ്റേ സാധാ ബ്രിഡ്ജ് പണിതിട്ടുണ്ടല്ല, പണ്ടത്തെ ബ്രിഡ്ജ് എങ്ങാണ്ടെന്ന് തോന്നുന്നു. നമുക്ക് താഴോട്ടൊന്ന് ഇറങ്ങി നോക്കാം. ഗൈസ് താഴോട്ടൊരു കമ്പ് താഴോട്ടൊന്ന് തട്ടി വെച്ചേക്കെന്ന് പറഞ്ഞുകൊണ്ട് താഴെ വരെ ഒന്നും കമ്പില്ല. ഒരാൾ കയറി എന്നാൽ പൊളിഞ്ഞു പോകല്ലോ ഗൈസ്. ഇതെന്തോ ഗൈസാ, ഒരു സേഫ്റ്റി ഇല്ലാത്ത ബ്രിഡ്ജാന്ന് തോന്നുന്നു. ഇതുവഴിയൊക്കെ എങ്ങനെ കാർ ഇറങ്ങി വരുന്നടാ? ഇവിടെ താഴെ പോകത്തില്ല, വലിയൊരു കൊക്കയും കല്ലൊക്കെ. ഞാൻ ഒത്തിരി താഴോട്ടൊന്നും ഇറങ്ങുന്നില്ല ഗൈസ്. നോക്ക്, എൻ്റെ പൊന്നോ, എങ്ങനെ പോകും ഗൈസ്? നമ്മളെ ഇരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും വെയിറ്റ് കൂടിയ ബസ്സും തന്നെയാണ്. ഇതൊരാൾ കയറി കഴിഞ്ഞു എന്നാൽ തന്നെ താഴെ പൊളിഞ്ഞ് താഴെ കിടക്കും ഗൈസ്. നമുക്ക് ബസ്സിൽ കയറി നമുക്ക് ടെസ്റ്റ് അടിക്കണം, വേണ്ട നമുക്ക് പോകാൻ ക്രോസ് ചെയ്യണം, നമുക്ക് നോക്കാം. പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ താഴെ പൊളിഞ്ഞു വീഴും. നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കി ഫ്രണ്ടിലോട്ടൊന്ന് എടുക്കാവേ. എടാ നീ ഇങ്ങനെ പേടിക്കുന്ന എന്താ പൊളിഞ്ഞു വീഴാൻ നമ്മൾ നോക്കാൻ പോകുന്നുള്ളല്ലോ. നമ്മൾ പൊളിഞ്ഞു വീഴണേ റിവേഴ്സ് എടുക്കാൻ പറ്റുവാണെങ്കിൽ എടുക്കും. മിണ്ടാരിയടാ, നമുക്ക് നോക്കാം. പൊളിയുന്നൊന്നും ഇല്ല. അപ്പോൾ ഒന്ന് സേഫായിട്ട് നമ്മൾ പയ്യാണ് പോകുന്നത് വെച്ചിട്ട് സ്പീഡിൽ പോവുകയാണെങ്കിൽ പൊളിഞ്ഞു വീഴണമെന്ന് അറിയത്തില്ല. എടാ നീ ഇങ്ങനെ പേടിക്കാതെ നമുക്ക് അങ്ങ് പോവാടാ, നമുക്ക് ഫ്രണ്ടിലോട്ട് പോവാം. നമുക്ക് പറ്റുമെന്ന് നോക്കാം. ഞാൻ ഫ്രണ്ടിലോട്ട് എന്തായാലും കൊടുക്കുന്നുണ്ട് കാര്യം. നമുക്ക് ഇവന് മുടിച്ച പേടിയുമാണ്, എന്തായാലും പൊളിഞ്ഞു പോകാൻ അറിയത്തില്ല. നമുക്ക് നോക്കാം. ഞാൻ എന്തായാലും വണ്ടി ഫ്രണ്ടിലോട്ട് കല്ലൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പൊളിഞ്ഞ് വീഴുമോന്നും എനിക്കറിയത്തില്ല. അപ്പോൾ അറ്റത്തെത്താറായിട്ടുണ്ട്. നമുക്ക് ഇച്ചിരി സ്പീഡ് കൂട്ടി പോവാം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ താഴെ കിടക്കും. ടയറൊക്കെ ഉണ്ട് കൈസ്, താന്ന്. എടാ ഒന്ന് മിണ്ടാരിയടാ, എന്തോ അലയാടാ, ഒന്ന് മിണ്ടാരിയടാ. നമ്മളിപ്പോൾ അറ്റത്തെത്തി, ഇനിയിപ്പോൾ പേടിക്കണ്ട. ഇതൊക്കെ ഒരു ഫണ്ണല്ലേടാ ഇതൊക്കെ. ഇതെന്തുവാ, കറുപ്പ് 3 സ്കോർപിയോ, ഇതെന്തുവാ? മേളിൽ കൂടെ പോകാൻ പറ്റത്തില്ല. വേണമെങ്കിൽ നമ്മൾ വന്ന വഴിയിൽ കൂടെ തന്നെ വേണം അവിടെ വരാൻ. അതുകൊണ്ട് ഈ ബ്രിഡ്ജിനെ പിന്നെയും ക്രോസ് ചെയ്യേണ്ടി വരും. തിരിച്ചു വരുമ്പോ എന്നെ എവിടെ ഇറക്കിയിട്ടേക്ക്, ഞാൻ ഈ ബ്രിഡ്ജിൽ ഇറങ്ങാൻ എനിക്ക് എന്തുകൊണ്ടാണ് ഭ്രാന്ത് വല്ലതും ഉണ്ടോ? ഇല്ലാത്ത വഴിയൊക്കെ ഉണ്ടാക്കി ആ ബ്രിഡ്ജും കയറിക്കൊണ്ട് വന്നേക്കുന്നു.
അങ്ങനൊന്നും പറയല്ലേ, ബസ് കിട്ടിക്കഴിഞ്ഞാൽ എപ്പോഴേലും ട്രിപ്പ് അടിക്കാൻ പറ്റുന്ന സമയമായിരുന്നു. പ്രത്യേകിച്ച് മഴ നല്ലോണം പെയ്യുന്നുണ്ട്, നല്ല മഴയും കാലൊക്കെ പെയ്യുന്നുണ്ട്. ഇപ്പോൾ റോഡ് വേറെ ഏതോ കളറിലായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി കയറിപ്പോകാം. ഗ്ലാസ്സൊക്കെ കളത്തിയിട്ടേക്ക്. എന്നാൽ നീ ഗ്ലാസ്സൊക്കെ കളത്തിയിട്ടേക്ക്, അല്ലെ മഴയെല്ലോടെ വെള്ളമെല്ലോടെ തെറിക്കും ഇതിനകത്ത്. ക്ലാസ് ഒക്കെ എപ്പോഴാ കളത്തിയിട്ടേക്കുക? ഇനി നമ്മൾ അങ്ങോട്ടാണോ പോകുന്നത്? ഇനി നമ്മൾ വീട്ടിലോട്ടാണോ പോകുന്നത്? അല്ലെ മേലിലെവിടെയെങ്കിലും വണ്ടി നിർത്തി നമ്മൾ വ്ളോഗ് നിർത്തുവാണോ? വ്ളോഗിൻ്റെ ഇപ്പോൾ വ്ളോഗ് ഇട്ടുകൊണ്ട് നടക്കുമല്ലേ, അപ്പോൾ ഭയങ്കര ലെങ്ത്തും കാര്യങ്ങളൊക്കെ ആയി കാണും. ഇപ്പോൾ പകുതി പേർക്ക് ബോറൊക്കെ അടിക്കുമായിരിക്കും. അപ്പോൾ നമുക്ക് മേളിൽ ചെന്നിട്ട് ഇച്ചിരി മേളിൽ ചെന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പം മേളിൽ ചെന്ന് വൈൻഡപ്പ് ചെയ്യാടാ, ഇച്ചിരി കൂടെ മേളോട്ട് ചെല്ലണം. ഇതെന്തുവാടാ ഫുള്ള് ബ്ലാക്ക് സ്കോർപ്പിയോ ഉള്ളല്ലോ ഇവിടെ. പിന്നെ ഒരു കാര്യം പറയട്ടെ, ഇന്നത്തെ ട്രിപ്പ് അലങ്കോലമാക്കിയ നീയാ. ഞാനോ? എന്തോ ചെയ്തു ഞാൻ? അർത്ഥം അറിയാത്ത പാട്ടും പാടിയിട്ട് എന്നിട്ടാണെങ്കിൽ ബ്രിഡ്ജ് കയറാൻ നേരം വായും വെച്ച് എന്തുവായിരുന്നടാ അത്? അത് വെറുതെ ഒരു രസത്തിന് വെച്ചതാ. അണ്ണൻ പറഞ്ഞ പാട്ട് പാടി ഞാനാണെങ്കിൽ ആ ബ്രിഡ്ജ് കയറാൻ നേരം പേടിച്ചു. അതിനിപ്പോ എന്തുവാന്നോ, തലവേദന എടുത്ത്. അണ്ണാ വണ്ടി അവിടെ നിർത്തണ്ട, ഫോട്ടോ ഒക്കെ എടുക്കാം. ചെറിയ മഴയത്ത് ഫോട്ടോ ഒക്കെ എടുക്കാം. ഇച്ചിരിയുടെ മേലോട്ട് ഇല്ലടാ, അല്ലാതെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഉള്ള വണ്ടിയിലൂടെ വന്ന് നമ്മുടെ വണ്ടിയിൽ ചെന്ന് ഇടിക്കും. അപ്പോൾ മഴയൊക്കെ ചെറുതായിട്ടൊന്ന് കുറഞ്ഞ് മഴയൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. സൈഡിലോട്ട് വണ്ടി ഒന്ന് ഒതുക്കിയിട്ട് വേണം നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മുടെ ലൈക്ക് ടാർഗറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 1K ആണ്. അപ്പോൾ മാക്സിമം അടിച്ച് പൊട്ടിച്ചു. ആ വണ്ടി സൈഡിലോട്ടൊന്ന് ഒതുക്കാൻ കേട്ടോ. ഇത് സബ്ജസ്റ്റർ ആയതുകൊണ്ട് സൈഡ് വെച്ച് നമ്മൾ വണ്ടി കയറ്റാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തോ ഒരു ടയറിൻ്റെ ഇത് വീൽ കപ്പൊക്കെ പറഞ്ഞ് താഴെ കിടക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് അടിക്കുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.